ഹായ്, നമുക്കിന്നൊരു റെസിപ്പി നോക്കിയാലോ? ലഡുവിൻ്റെ റെസിപ്പി. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കപ്പലണ്ടി തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം വാൾനട്ട് എടുക്കുന്നുണ്ട്, കാഷ്യൂനട്ട് എടുക്കുന്നുണ്ട്. ഇതെല്ലാം ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. ബദാം എടുക്കുന്നുണ്ട്, ബദാം റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. പംകിൻ സീഡ്സും സൺഫ്ലവർ സീഡ്സും എടുക്കുന്നുണ്ട്, അതും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം അവലെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചുമന്ന അവലാണ് കിട്ടുന്നതെങ്കിൽ അതാണ് നല്ലത് കേട്ടോ. ഞാനിവിടെ ഇതേ കിട്ടിയുള്ളൂ എനിക്ക്. അതിനുശേഷം ഞാൻ പിസ്ത തൊലി എടുക്കുന്നുണ്ട്. അതെല്ലാം റോസ്റ്റ് ചെയ്തെടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കുകയാണേ. നന്നായിട്ടൊന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ്. കണ്ടോ, ചെറിയ തരിതരിപ്പ് കിടന്നാലും കുഴപ്പമില്ല, നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. എല്ലാം നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. നമുക്ക് ജിമ്മിലൊക്കെ പോയിട്ട് വരുമ്പോൾ ഈ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണമൊക്കെ കഴിക്കുന്നത് നല്ലതല്ലേ. അതുപോലെ എല്ലാവർക്കും കഴിക്കുന്ന നല്ലതാണ്. ഡെയിലി ഓരോ ലഡു വീതം ഇത് കഴിച്ചാൽ മതി കേട്ടോ. ഭയങ്കരമായിട്ട് നല്ല എഫക്റ്റാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മധുരത്തിന് വേണ്ടി ഡേറ്റ്സ് ആണ് ചേർക്കുന്നത്. വേറെ ഒന്നും മധുരത്തിന് വേണ്ടി ചേർക്കുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടും നല്ലൊരു റെസിപ്പി തന്നെയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ഫോളോ ചെയ്ത് നോക്കണേ. അപ്പോൾ ഞാൻ കണ്ടോ, ഡേറ്റ്സും ഒന്ന് തൊലി കളഞ്ഞ് ഒന്ന് റോസ്റ്റ് ചെയ്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. നമുക്ക് ചൂടാക്കിയില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ, അത് ഇരുന്നോളും. പക്ഷേ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഒരു തുള്ളി വെള്ളം പോലും ഇതിനകത്ത് വരാൻ പാടില്ല കേട്ടോ. വന്നു കഴിഞ്ഞാൽ അത് ചീത്തയായി പോകും. ഇല്ലെങ്കിൽ ഒരു ഒന്നര മാസം വരെയൊക്കെ നന്നായിട്ടിരിക്കും കേട്ടോ.